ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കോയമ്പത്തൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള വെള്ളിയാങ്കിരിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈഷ ഫൗണ്ടേഷനിലാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ജിൻസി സിനീഷ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും 30 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈഷ യോഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയം പരിവർത്തനത്തിലുള്ള ഒരു പുണ്യസ്ഥലമാണ് ഈഷ. നിങ്ങളുടെ ആന്തരിക വളർച്ചയ്ക്കായി സമയം ചെലവഴിക്കുവാൻ ഇവിടെ വരാം. യോഗയുടെ 4 പ്രധാന പാതകങ്ങളും ഈ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നു: ക്രിയ, ജ്ഞാനം, കർമ്മം, ഭക്തി. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നു. ഈഷ ഫൗണ്ടേഷനിലേക്ക് മറ്റു ജനങ്ങളെ ആകർഷിക്കുന്നത് അവിടെയുള്ള ആദിയോഗി ശിവപ്രതിമ തന്നെയാണ്. ഈഷ യോഗ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ആദിയോഗി പ്രതിമയ്ക്ക് ഏകദേശം 34 മീറ്റർ ഉയരവും 45 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് ശില്പമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇതിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. ഈഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനും തലവനുമായ സദ്ഗുരു രൂപകൽപ്പന ചെയ്ത ഈ പ്രതിമയ്ക്ക് ഏകദേശം 500 ടൺ ഭാരം വരും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഞങ്ങളിൽ പലരും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് 7 മണിക്ക് ആദ്യം ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ല കാറ്റും കോളൊക്കെ ഉണ്ടായിരുന്നു, മഴയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ചുറ്റിക്കണ്ട് തിരിച്ചു പോരാറായപ്പോഴത്തേക്കും ഭയങ്കര മഴ. സത്യം പറഞ്ഞാൽ മഴയില്ലാത്തൊരു ദിവസം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മഴയില്ലാത്തൊരു ദിവസം നോക്കി വേണം പോവാൻ. യോഗശാസ്ത്രത്തിൽ ശിവനെ ആദിത്യ യോഗി അഥവാ ആദ്യ യോഗിയായും ആദിത്യ ഗുരു അഥവാ ആദി ഗുരുവായും കാണുന്നു. ആക്ച്വലി സ്റ്റാച്ചു വീഡിയോയിൽ നമുക്ക് അടുത്തായിട്ട് കാണുന്നുണ്ടെങ്കിലും കൂടി നമുക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് നടന്നെത്താനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ഈഷ ഫൗണ്ടേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പുറകോട്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങോട്ട് പ്രത്യേകിച്ച് വേറെ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അപ്പം നമ്മൾ നടക്കുക തന്നെ ചെയ്യണം. പിന്നെ കാളവണ്ടി ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാം അവരവിടെ വാങ്ങി വെക്കും. അപ്പം നമ്മൾ ബാഗൊക്കെ അവിടെ കൊടുത്തേൽപ്പിച്ചതിന് ശേഷം നമ്മൾ അകത്ത് പോയിട്ടുണ്ട്. സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അധിക നേരം നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സമയം ഒട്ടും ഇല്ലാത്തതിനാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അവിടുന്ന് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ സമയം നോക്കി വേണം പോകും. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ഒരു 11 മണി ആ ഒരു നേരത്തൊക്കെ എത്തിയാൽ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈഷ ഫൗണ്ടേഷന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ എന്തോ കൈലാസത്തിന്റെ ഉള്ളിൽ ചെന്നൊരു ഫീലൊക്കെയാണ് നമുക്ക് അന്നേരം തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് 7 മണിക്കായിരിക്കും. വിദേശികളെല്ലാം ആകർഷിക്കുന്ന ഒരു യോഗ സെന്റർ കൂടിയാണ് ഇവിടം. രോഗം, അസ്വസ്ഥത, ദാരിദ്ര്യം എന്നിവയിൽ നിന്നും എല്ലാറ്റിനുമുപരി ജീവിതമരണ പ്രക്രിയയിൽ നിന്നും തന്നെ നിങ്ങളെ മോചിപ്പിക്കുവാൻ ആദിയോഗി ഇവിടെയുണ്ട്. ഇത് സദ്ഗുരു പറഞ്ഞ വാക്കുകളാണ്. അവിടെ നടക്കുമ്പോൾ നമുക്ക് കാളവണ്ടിയൊക്കെ കാണാൻ പറ്റും. ദേ കാണുന്നതാണ്. അതിൽ ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിക്കാണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.